ഹായ് കൂട്ടുകാരെ, ബീട്രൂട്ട് കൊണ്ട് നമ്മൾ മെഴുക്ക് വരട്ടിയും തോരനും എല്ലാം ഉണ്ടാക്കും. പിന്നെ പല പല ഐറ്റംസ് ഉണ്ടാക്കാം. പക്ഷേ എന്നാലും ബീട്രൂട്ട് കൊണ്ട് തോരനാണ്. പക്ഷേ എന്നാൽ തോരൻ്റെ ചേരുവ അല്ലാത്ത ചേരുവ ചേർത്തുണ്ടാക്കുന്ന ഒരു ഐറ്റം എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ്. സംഭവം സൂപ്പർ, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ സാധാ രീതി മറ്റേ വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ജീരകവും ചേർത്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊന്നും കഴിക്കത്തില്ല. പക്ഷേ ഈ രീതി ചെയ്ത് കൊടുത്താൽ ഒരുമാതിരിപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ കഴിക്കും. എൻ്റെ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മസ്റ്റ് ട്രൈ. നമ്മൾ 2 ബീട്രൂട്ടും 1 സവാളയും 1 പച്ചമുളകും എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചെറുതായിട്ട് പൊടിഞ്ഞെടുക്കണം. പൊടിച്ചെടുത്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ശകലം ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. ബീട്രൂട്ട് ആയതുകൊണ്ട് വേവുള്ളതായതുകൊണ്ട് ഒരു ശകലം വെള്ളം, അത് വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം വെക്കണം. അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ തിരിഞ്ഞിട്ട് വരാം. തേങ്ങ തിരികൊണ്ട് വന്നിട്ട് തേങ്ങയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട. ഇനി എന്തെങ്കിലും ചേർക്കണം നിർബന്ധമുള്ളവർക്ക് ഇച്ചിരി കൊച്ചുള്ളി മാത്രം ചേർക്കാം. ഒന്ന് അരച്ചെടുക്കാം, ചതച്ചെടുത്താൽ മതി. ചെറുതായിട്ട് തോരനായതുകൊണ്ട് ചതച്ചെടുത്താൽ മതി. ഈ പരുവായിട്ടുണ്ട് തേങ്ങ. നമുക്കിനി വെന്തോ നോക്കാം. പിന്നെ ഒരുവിധം വെള്ളം പറ്റി വരുമ്പോൾ കുറച്ച് കരിയാപ്പില അതിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കണം. കരിയാപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്കതിന് വേണ്ട മസാല ചേർക്കാം. ആദ്യം ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ശകലം പെരുംജീരകം ഇടണം. എന്നിട്ടൊരു ശകലം ഗരം മസാല, എന്നിട്ടൊരു നുള്ള് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടാതിരിക്കാം. നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്താൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ തേങ്ങ അരച്ച് വെച്ചത് അതിനകത്തോട്ട് ഇടാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമുക്ക് തേങ്ങയും മസാലയും എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. തുറന്നിട്ട് ഒന്നുകൂടെ ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പ് ലേശം കുറവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ രീതിയിലായി വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ. അപ്പോൾ നാളെ കാണും വരെ ബൈ ബൈ.